വാട്ട് ഈസ് ദ 25th ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21? അതായത് ഈ സീക്വൻസിൻ്റെ 25th ടേം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് ഡി. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടേം 1ഉം സെക്കൻഡ് ടേം 11 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ 1ൻ്റെയും 11ൻ്റെയും ഡിഫറൻസ് ആണ്. അതായത് 11 - 1 അതെത്രയാണ്? 10. ഓക്കെ, ഇനി നമുക്ക് 25th ടേം കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ. അതായത് ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? 25th ടേം ആണ് അല്ലേ. അപ്പോൾ ഒരു ടേം നമുക്ക് x25, അതായത് 25th ടേമും അടുത്ത ടേം ഏതെങ്കിലും ഇതിലിപ്പോൾ ഈ സീക്വൻസിൽ 3 ടേം വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം വരെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേം, ഞാനിവിടെ ഫസ്റ്റ് ടേം x1ഉം x25 x1, അതായത് 25th ടേമും ഫസ്റ്റ് ടേമും ആണ് എടുക്കുന്നത്. നമുക്കിവിടെ x25 അല്ലെങ്കിൽ 25th ടേം കണ്ടുപിടിക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു ടേം 25th ടേം ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ടേം തന്നിട്ടുള്ള ടേം, അതായത് x1 എടുക്കുക. അപ്പോൾ ഈ രണ്ട് ടേംസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഇൻറ്റു അവയുടെ പൊസിഷൻ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ x25ൻ്റെയും x1ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? x25 - x1 = കോമൺ ഡിഫറൻസ് എത്രയാണ്? 10 ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ 10 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ? പൊസിഷൻ ഡിഫറൻസ് x25ൻ്റെ പൊസിഷന് 25ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 25 - 1. ഓക്കെ, ദാറ്റ് ഈസ് x25 എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല അല്ലേ, അത് കണ്ടുപിടിക്കണം. മൈനസ് x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അത് 1 ആണ്, = 10 ഇൻറ്റു 25 - 1 എന്താ? 24 ആണ്. ഓക്കെ, അപ്പോൾ x25 - 1 = എന്താണ്? 10 × 24, അതായത് 240 ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് x25 കാണാം. അതിന് വേണ്ടിയിട്ട് 1നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ -1നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +1 ആകും. സോ x25 = 240 + 1, ദാറ്റ് ഈസ് x25 = 240 + 1, അതായത് 241 ആണ്. ഓക്കെ, അപ്പോൾ 25th ടേം എന്താണ്? 241. The 10th term of an arithmetic sequence is 46 and its 11th term is 51. What is its first term? അപ്പോൾ ആദ്യം നമുക്ക് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ 10th ടേമും 11th ടേമും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അടുത്തടുത്തുള്ള ടേംസ് ആണ് 10th ടേമും 11th ടേമും. അപ്പോൾ അവയുടെ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ x11 - x10. x11 എന്ന് പറഞ്ഞാൽ 11th ടേം, x10 എന്ന് പറഞ്ഞാൽ 10th ടേം അല്ലേ. 11th ടേം എത്രയാണ്? 51 ആണ് തന്നിട്ടുണ്ട്. മൈനസ് 10th ടേം എത്രയാണ്? 46. അതെത്രയാണ്? 5 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ ഒരു ടേം നമുക്ക് x1ഉം ഒരു ടേം നമുക്ക് തന്നിട്ടുള്ള ഒരു ടേം, അപ്പോൾ 10th ടേം തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ x10 ആണെന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേം ഇക്വേഷനിൽ ഇടാം. x1ൻ്റെയും x10ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? x10 - x1 = കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് എന്താ? x10ൻ്റെ പൊസിഷൻ 10ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 - 1. ഓക്കെ, x10 എത്രയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഉണ്ട്, അതെത്രയാണ്? 46 ആണ് അല്ലേ. സോ 46 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ് കണ്ടുപിടിക്കണം. സോ x1 = 5 × 10 - 1 എന്താ? 9. ദാറ്റ് ഈസ്
46 മൈനസ് x1 ഇസിക്കൽ ടു 5 ഇൻറ്റു 9 എത്ര 45. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് x1 കാണണം. അതിന് വേണ്ടിയിട്ട് x1 ഇവിടെ മൈനസ് ചെയ്തേക്കില്ലേ, അപ്പോൾ ഈ മൈനസ് x1 ഇക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് x1 ആകും. പിന്നെ ഈ പ്ലസ് 45 ഇക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 45 ആകും. സോ 46 മൈനസ് 45 ഈസിക്കൽ ടു x1. മൈനസ് 45 എത്ര 1 ആണല്ലേ. സോ 1 ഈസിക്കൽ ടു x1. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ് 1 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേം x1 ആണല്ലോ, അത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടേം കാണണം, അതായത് തേർഡ് ടേം, പിന്നെ ഫോർത്ത് ടേം, പിന്നെ ഫിഫ്ത്ത് ടേം കാണണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. കോമൺ ഡിഫറൻസ് 5 അല്ലേ, അപ്പോൾ 1ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുക. 1 + 5 എത്ര 6 ആണ്. അപ്പോൾ നെക്സ്റ്റ് ടേം 6. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ 6ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ +5 ആഡ് ചെയ്യുക. 6 + 5 എത്രയാണ് 11. ഓക്കെ, ഇനി 11 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ 11ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 5 ആഡ് ചെയ്യുക. 11 + 5 എത്രയാണ് 16. ഇനി 16 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ 16ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 5 ആഡ് ചെയ്യുക. 16 + 5 എത്രയാണ് 21. അപ്പോൾ ഫസ്റ്റ് 5 ടേംസ് എന്താണ് 1, 6, 11, 16, 21 എക്സെട്ര. ഓക്കെ, വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100, 95, 90 എക്സെട്ര. അപ്പോൾ ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ സീക്വൻസിൽ അടുത്തടുത്തുള്ള 2 ടേംസ് ആണ് 100ഉം 95ഉം. അപ്പോൾ അവയുടെ ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് അല്ലേ. സോ കോമൺ ഡിഫറൻസ് ഈസിക്കൽ ടു x2 മൈനസ് x1, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 95 ആണ്, മൈനസ് ഫസ്റ്റ് ടേം 100. 95 മൈനസ് 100 എത്ര 100 മൈനസ് 95 5 ആണ്. അപ്പോൾ 95 മൈനസ് 100 -5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് -5 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം 21st ടേം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 2 ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ. അതായത് ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം എന്താണ് 21st ടേം ആണ്, അതായത് x21 കണ്ടുപിടിക്കണം. പിന്നെ ഇതിലേതെങ്കിലും ഒരു ടേം എടുക്കാം, അത് ഏതാണ് ഫസ്റ്റ് ടേം ആയിക്കോട്ടെ x1. അപ്പോൾ x21, x1 എന്നീ 2 ടേംസ് വെച്ചിട്ട് ഇക്വേഷൻ നോക്കാം. അപ്പോൾ x21ൻ്റെയും x1ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് x21 മൈനസ് x1 ഇസിക്കൽ ടു കോമൺ ഡിഫറൻസ് എത്രയാണ് -5 ആണ് അല്ലേ. സോ -5 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ x21ൻ്റെ പൊസിഷൻ 21 ആണ്, x1ൻ്റെ പൊസിഷൻ 1 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 21 - 1. ഓക്കെ, ദാറ്റ് ഈസ് x21 മൈനസ് x1 എന്താ ഫസ്റ്റ് ടേം, ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 100 അല്ലേ. സോ -100 ഈസ് ഈക്വൽ ടു -5 ഇൻറ്റു 21 - 1 എന്താ 20. ദാറ്റ് ഈസ് x21 - 100 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 20 100 ആണ്, പിന്നെ ഒരു മൈനസ് ഉണ്ട്, അപ്പം -100 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും x21 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 100നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ -100നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +100 ആകും. സോ x21 ഈസ് ഈക്വൽ ടു -100 + 100. അതെത്രയാണ് 0 ആണല്ലേ. അപ്പോൾ 21st ടേം എന്താണ് ഈ സീക്വൻസിൻ്റെ 0 ആണ്. ഓക്കെ, the 10th term of an arithmetic sequence is 56 and 11th term is 51. What is its first term? അപ്പോൾ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 10th ടേമും 11th ടേമുമാണ്. അപ്പോൾ എന്താണ്
അവ അടുത്തടുത്തുള്ള ടേമാണ് 10th ടേമും 11th ടേമും അല്ലേ. അപ്പോൾ അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസിക്കൽ ടു x11 മൈനസ് x10. അതായത് 11th ടേമാണ് x11 മൈനസ് 10th ടേമാണ് x10. ഓക്കെ, ദാറ്റ് ഈസ് 11th ടേം എത്ര 51 ആണ് തന്നിട്ടുണ്ട്. സോ 51 മൈനസ് 10th ടേം എത്രയാണ് 56. അപ്പോൾ 51 മൈനസ് 56 എത്രയാണ് നമുക്കറിയാം. 56 മൈനസ് 51 5 ആണ്. അപ്പോൾ 51 മൈനസ് 56 എന്താണ് -5 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ടേം കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം എന്താണ് ഫസ്റ്റ് ടേമാണ്. അപ്പോൾ ഒരു ടേം x1 ഫസ്റ്റ് ടേം, പിന്നെ തന്നിട്ടുള്ള ഒരു ടേം 10th ടേം തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ x10. അപ്പോൾ ഈ രണ്ട് ടേംസിൻ്റെ ടേം ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ x1ൻ്റെയും x10ൻ്റെയും ടേം ഡിഫറൻസ് എന്താണ് x1 മൈനസ് x10 അല്ലേ. ഇതാണ് ഇവയുടെ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എത്ര -5 ആണ് തന്നിട്ടുണ്ട്. സോ -5 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ x1ൻ്റെ പൊസിഷൻ 1ഉം x10ൻ്റെ പൊസിഷൻ 10ഉം ആണ് അല്ലേ. അപ്പോൾ അവയുടെ പൊസിഷൻ ഡിഫറൻസ് 1 മൈനസ് 10. ഓക്കെ, ദാറ്റ് ഈസ് x1 എത്രയാണ് നമുക്കറിയില്ല. സോ x1 മൈനസ് x10 എത്രയാണ്, അതായത് 10th ടേം അത് 56 ആണ് തന്നിട്ടുണ്ട്. ഈക്വൽ ടു -5 ഇൻറ്റു 1 മൈനസ് 10 എത്ര 10 മൈനസ് 1 9 ആണ്. അപ്പോൾ 1 മൈനസ് 9 -9 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് x1 മൈനസ് 56 ഈസ് ഈക്വൽ ടു -5 ഇൻറ്റു -9 എത്രയാണ് 5 ഇൻറ്റു 9 45 ആണ്. പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് എന്താ പ്ലസ് ആണല്ലേ. അപ്പോൾ +45 തന്നെ. ഇതിൽ നിന്നും നമുക്ക് x1 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 56നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ -56നെ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +56 ആവും. സോ x1 ഈസ് ഈക്വൽ ടു 45 + 56. അതെത്രയാണ് 45 + 56 101 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ് ഈ സീക്വൻസിൻ്റെ, അതായത് x1 എന്താണ് 101. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേം നമ്മൾ കണ്ട് x1 അത് എത്രയാണ് 101 ആണ് അല്ലേ. സോ 101. പിന്നെ സെക്കൻഡ് ടേം കാണണം, തേർഡ് ടേം കാണണം, ഫോർത്ത് ടേം കാണണം, ഫിഫ്ത്ത് ടേം കാണണം. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, അടുത്ത ടേം കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താ -5 ആണല്ലേ. നമ്മൾ കണ്ടല്ലോ -5 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 101 -5 എത്രയാണ് 96 ആണ് അല്ലേ. അപ്പോൾ അടുത്ത ടേം 96 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് എത്രയാണ് -5 അല്ലേ. അപ്പോൾ +-5 96 -5 എത്രയാണ് 91 ആണ്. 91 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് -5 അല്ലേ. അപ്പോൾ 91 - 5 എത്രയാണ് 86 ആണ്. ഇനി 86 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ 86ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ -5 ആഡ് ചെയ്യുക. 86 - 5 എത്രയാണ് 81 ആണ്. അപ്പോൾ ഫസ്റ്റ് 5 ടേംസ് ഏതൊക്കെയാണ് 101, 96, 91, 86 ആൻഡ് 81.